എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മദറിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായി അമ്മ, അച്ഛൻ എന്നൊക്കെ വിളിക്കുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാവുന്ന സന്തോഷം അതിരറ്റതാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ വൈകുമ്പോൾ അവർക്കുണ്ടാവുന്ന മനോവിഷമം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾ എന്തുകൊണ്ട് സംസാരം താമസിച്ചു തുടങ്ങുന്നു എന്ന വിഷയത്തെക്കുറിച്ച്, അതിന്റെ കാരണങ്ങളും പ്രതിവിധിയും ഇന്ന് നമ്മോട് പങ്കുവെക്കുന്നത് നമ്മുടെ ഏറ്റവും ആദരണീയനായ ദയാൽ സാറാണ്. ആശയവിനിമയം കുട്ടികളിൽ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ദയാൽ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സർ. ഇന്നത്തെ നമ്മളുടെ വിഷയം തന്നിരിക്കുന്നത് ആശയവിനിമയം കുട്ടികളിൽ എന്നുള്ളൊരു വിഷയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് കുട്ടികൾ നന്നായി സംസാരിക്കണം, സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാകണം, സമയത്ത് തന്നെ സംസാരിച്ചു തുടങ്ങണം. ചില കുട്ടികൾ ഡിലേ ആകാറുണ്ട്, വർത്തമാനം പറയുന്നത് താമസിച്ചാണ് പറയുക. ചിലർക്ക് കൊഞ്ഞയുണ്ട്, ചിലർക്ക് വിക്ക് വരുന്നു, ആശയം വ്യക്തമാവില്ല മറ്റുള്ളവർക്ക്. ഇതൊക്കെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം കൂടി നമുക്ക് ഒരു ഏകദേശ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. അതിനകത്ത് നമുക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ശബ്ദശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ നമ്മളുടെ പാഠ്യവിഷയമാണ്. ശബ്ദശാസ്ത്രത്തിന്റെ എല്ലാ ഒരുമാതിരിപ്പെട്ട പൂർണ്ണമായും അറിവ് ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ആ ശാസ്ത്രശാഖ നമ്മളുടെ ഒരു വ്യക്തമായി പൂർണ്ണമായും നമുക്ക് കിട്ടിയാൽ കുട്ടികളിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം നമുക്ക് ഉണ്ടാക്കാനാവും. പക്ഷേ അതിൻ്റെ അറിവ് കുറച്ച് മാത്രമേ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ച്, ഞാൻ ശേഖരിച്ചിട്ടുള്ള കുറെ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുക. മനുഷ്യന് 4 തരത്തിലുള്ള ഭാഷകളാണുള്ളത്. 4 തരത്തിലാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ആദ്യകാലം തൊട്ട് അന്നവിടുന്നത്തേക്ക് സംസാരിച്ചു തുടങ്ങുന്നത് 4 തരത്തിൽ. ഒന്ന്, അതായത് ചിത്രഭാഷ ആണ് മനുഷ്യന്റെ ആദ്യ ഭാഷ. അതായത് ഭാഷ എന്തിനാണ്? ഒരാളിൻ്റെ ഉള്ളിലെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് മറ്റൊരാളിലേക്ക് പകരാനാണ് ഒരു ഭാഷ ഉണ്ടാകുന്നത്. ഒരു ഭാഷ, അതായത് എൻ്റെ ഉള്ളിലുള്ളത് മറ്റൊരാളെ ധരിപ്പിക്കാൻ ഒരു ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യണം. ആ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഇതില് ആദ്യം നമ്മുടെ ആ ഉള്ളിലുള്ളത് പറയാനായി നാം ഉപയോഗിച്ച മീഡിയം ചിത്രഭാഷയാണ്. ചിത്രഭാഷ. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കുട്ടികൾ ചിത്രഭാഷ ഉപയോഗിക്കും. കാരണം അവർക്ക് ചിത്രഭാഷയിലൂടെ സംസാരിക്കാൻ അറിയാം. അത് മനുഷ്യന്റെ ആദ്യകാല ഭാഷകള് ചിത്രഭാഷ ആയിരുന്നത് കൊണ്ട് തന്നെ അവരിൽ ചിത്രഭാഷയുണ്ട്. ചിത്രത്തെ ഉപയോഗിച്ച് കുട്ടികളിൽ എങ്ങനെ ഭാഷാ വൈഭവം കൊണ്ടുവരാം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ചിത്രഭാഷ എന്നൊന്നുണ്ട്. അത് മനുഷ്യന്റെ ആദിമ ഭാഷയാണ്. ഈ ചിത്രഭാഷ ലോകത്തുള്ള സകലർക്കും ഒന്ന് തന്നെ. സകലർക്കും, സായിപ്പിനും നമ്മുടെ കേരളത്തിലും ഈ ഇന്ത്യയിലെ ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും ശരി, ചിത്രഭാഷ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് തന്നെയാണ്. അടുത്ത ഒരു ഭാഷ ആംഗ്യഭാഷയാണ്. ആംഗ്യഭാഷ കുട്ടികളുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആംഗ്യഭാഷ കുട്ടികൾ ആദ്യം ഉപയോഗിച്ചു തുടങ്ങും. ആംഗ്യഭാഷ കൊണ്ട് കാര്യം സാധിക്കാൻ അവർ ശ്രമിക്കും. അത് അനുവദിച്ചു കൊടുത്താൽ ശബ്ദഭാഷ താമസിക്കും. അത് നമ്മൾ നോക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഒരു ചിത്രഭാഷ, ഒരു ആംഗ്യഭാഷ, അടുത്തത് വരുന്നത് ശബ്ദഭാഷയാണ്. ശബ്ദഭാഷ ഇതിലാണ് എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ശബ്ദത്തിലൂടെ നമുക്ക്
എങ്ങനെ വളരെ വ്യക്തമായി കമ്മ്യൂണിക്കേഷൻ നമ്മളുള്ള ഒരു ആശയം മറ്റുള്ളവർക്ക് ബോധ്യം വരുന്ന രീതിയിൽ, വ്യക്തമാകുന്ന രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന്റെ കഴിവ് കുട്ടികളിൽ കൂട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. നാലാമത്തെ ഭാഷ മൗന ഭാഷയാണ്. അത് ഉയർന്ന മനുഷ്യരിലേക്കുള്ള, മുതിർന്ന മനുഷ്യർക്കുള്ള ഒരു ഭാഷയാണത് മൗന ഭാഷ. അത് ഒരു ധ്യാന ഭാഷ, ഈശ്വരനോട് സംസാരിക്കുന്നത് മൗന ഭാഷ. അതായത് ടെലിപ്പതി എന്ന് പറയുന്ന ഒരു വൈഭവം നമുക്കുണ്ട്. ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ, ടെലിപ്പതിയിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേഷൻ അയക്കാം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അയക്കാനുള്ള ടെക്നോളജി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് മൊബൈൽ ഉള്ളത്. മൊബൈൽ വന്നിരിക്കുന്നത് അതിനാണ്. മൊബൈൽ വന്നത് ഉള്ളിലുള്ള ഒരു ടെക്നോളജി, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഒരു ഉപകരണം വെളിയിലുണ്ടായി. ഇത് മൗന ഭാഷ എന്ന് പറയുന്ന ടെലിപ്പതി ഭാഷ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെയാണ് പിന്നീടുള്ള കാര്യം. കുട്ടികളുടെ കരച്ചിൽ ഒരു ശബ്ദഭാഷയാണ്. കുട്ടി കരയുന്നു, ഒരു ശബ്ദഭാഷയാണ്. കുട്ടി പല കാര്യത്തിന് വേണ്ടി കുട്ടി കരയും. ഒന്ന്, വിശന്നാൽ കരയും, വേദന കൊണ്ട് കരയും. വേദന വന്നാൽ, ഇപ്പൊ വയറ്റിൽ വേദന വന്നാൽ കുട്ടി കരയും. വയറ്റിൽ വേദന വന്നാൽ കുട്ടി കരയുമ്പോൾ അവിടെ ചിത്രഭാഷയും കൂടി കാണിക്കും. നെളിവരി കൊള്ളുക എന്ന് പറയും. നെളിവിരി, അത് ചിത്രഭാഷയാണ്. നെളിവിരി കൊള്ളുക. വയറ്റിൽ വിഷമമുണ്ട്, കരച്ചിൽ, ശബ്ദഭാഷയും ചിത്രഭാഷയും കൂടി ഒരുമിച്ച് വരുന്നതാണ്. ശ്രദ്ധ കിട്ടാൻ വേണ്ടി കുട്ടി കരയും. അതായത് കുട്ടി അവിടെ നിലത്ത് പായയിൽ കിടക്കുകയായിരിക്കും, വർത്തമാനം പറയാത്ത കുട്ടിയാണ്. പക്ഷേ നിരന്തരം ആരെങ്കിലും നമ്മൾ കയറി വരുമ്പോൾ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്, കുട്ടിയോട് എന്തെങ്കിലും സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ കുട്ടിയോട് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്തിട്ടായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഒരു സമയത്ത് ഇതൊന്നും കുട്ടിയെ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് കടന്നുപോയാൽ കുട്ടി കരയും. അത് അറ്റൻഷൻ തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കരച്ചിലുണ്ട്. മറ്റൊന്ന് പേടിച്ച് കരയും, പേടി കൊണ്ട് കരയും. അപ്പൊ കരച്ചിലിൽ തന്നെ നമുക്ക് നാല് തരത്തിലുള്ള കരച്ചിൽ കാണാം. ഈ കരച്ചിൽ കേൾക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്താൽ കുട്ടിക്ക് വളരെ സന്തോഷമായിരിക്കും. ആ കുട്ടി വളരെ എളുപ്പത്തിൽ ശബ്ദഭാഷ കൈമുതലാക്കുകയും ചെയ്യും. അതാണ് പ്രത്യേകത. അതായത് വിശന്ന് കരയുന്ന കുട്ടിക്ക് ഭക്ഷണം ഉടനെത്തിക്കാൻ കഴിഞ്ഞാൽ കുട്ടി എന്താ മനസ്സിലാക്കിയത്? എൻ്റെ വിശന്നുള്ള കരച്ചിൽ മറ്റുള്ളവർക്ക് മനസ്സിലായി, എനിക്ക് കാര്യം സാധ്യമാക്കി കിട്ടി. ഇതേമാതിരി തന്നെ ഇത് അമ്മമാരും മുതിർന്നവരും മനസ്സിലാക്കാൻ പറ്റണം. ഈ 4 കരച്ചിലിന്റെയും വ്യത്യാസം തിരിച്ചറിയാൻ പറ്റണം. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുട്ടിക്ക് ഭാഷ ഡിലേ നമ്മളിത് വ്യക്തമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പേരൻസിന് കഴിയേണ്ടതാണ്. മിക്കവാറും എല്ലാ പേരൻസിനും കഴിയും. കുട്ടി എന്തുകൊണ്ടാണ് കരയണേ? വിശന്നിട്ടാണോ, പേടിച്ചിട്ടാണോ, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ കരയണത് എന്നുള്ളത് വ്യക്തമായിട്ട്, വേദന കൊണ്ട് കരയുന്നതാണോ ഇല്ലെന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ഇത് തിരിച്ചറിയണം. വിശന്ന് കരയുന്ന കുട്ടിക്ക് ഉടനടി ഭക്ഷണം കിട്ടിയാൽ അവന്റെ കോൺഫിഡൻസ് ലെവലാണ് കൂടുക. അവന്റെ ശബ്ദത്തിൻ്റെതിനേക്കാളും പ്രധാനം അവന്റെ കോൺഫിഡൻസ് ലെവൽ. അവന് പറയാനുള്ള കഴിവിൽ, അവൻ പറയാൻ പഠിച്ചിട്ടില്ല, പക്ഷേ പറയാനുള്ള കഴിവ് അപ്പോൾ മുതൽ ഡെവലപ്പ് ചെയ്തു വരികയാണ്. വേദന കൊണ്ട് കരയുന്ന കുട്ടിക്ക് വേദനയ്ക്കുള്ള സാന്ത്വനം ലഭിക്കുന്നതും, അതായത് വേദന കൊണ്ട് കരഞ്ഞാൽ അതിന് സാന്ത്വനം പല വഴികളിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതും, ശ്രദ്ധ ക്ഷണിക്കൽ ഫലപ്രദമാകുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് കരഞ്ഞത് പെട്ടെന്ന് തന്നെ ആ ശ്രദ്ധ അവന് ലഭിക്കുകയും, പേടിച്ച് കരയുന്ന കുട്ടിക്ക് അടുത്തേക്ക് ആൾ ഓടിയെത്തുന്നതും, ഇത് എല്ലാം അവന്റെ ആശയം വിനിമയം ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് കുട്ടി കരഞ്ഞു, അതിനെന്തെങ്കിലും ചെയ്യാം, നമ്മുടെ സൗകര്യത്തിന് ചെന്ന് നോക്കുക പോരാ. കുട്ടിയുടെ കരച്ചിൽ ഒരു ഭാഷ, ആ ഭാഷയാണ്. ആ ഭാഷയ്ക്ക് നമ്മളുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്,
വ്യക്തമായി നമുക്ക് മനസ്സിലായിട്ട് റെസ്പോണ്ട് ചെയ്താൽ അത് കുട്ടിയിൽ ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് ലെവൽ വളരെ വലുതാണ്, വളരെ വലുതാണ്. ആ കുട്ടി വേഗത്തിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ കുട്ടി വേഗത്തിൽ സംസാരിക്കണോ വേണ്ടേ എന്ന് നമ്മുടെ റിയാക്ഷൻസ് അനുസരിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആംഗ്യം കാണിച്ച് കുട്ടി കാര്യം സാധിക്കാൻ ശ്രമിക്കും. ആംഗ്യ ഭാഷയാണ്. ഇപ്പൊ ഒരു മേശപ്പുറത്തിരിക്കുന്ന ഒരു താക്കോല് കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടി അത് വർത്തമാനം പറയില്ല, ചൂണ്ടിക്കാണിക്കും. എന്നുള്ളൊരു മൂളലോടുകൂടി അത് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ നമ്മൾ താക്കോൽ എടുത്ത് കൊടുക്കരുത്. താക്കോൽ വേണം എന്ന് പറയാം. താക്കോൽ എന്ന് പറയിക്കാൻ അവന് പ്രേരണ കൊടുക്കണം. പരമാവധി പ്രേരണ കൊണ്ട് താക്കോൽ പറയിപ്പിച്ചിട്ടേ താക്കോൽ എടുത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ അവനെ ചോദിക്കുന്ന ഒരു സാധനം അത് ആംഗ്യ ഭാഷയിൽ അവൻ കാണിച്ചാൽ ആംഗ്യ ഭാഷയ്ക്ക് അനുസരിച്ച് അവന് മറുപടി അത് സാധ്യമാക്കി കൊടുക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികൾ ആദ്യകാലങ്ങളിൽ ആംഗ്യഭാഷയായിരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ആംഗ്യഭാഷയിൽ കുട്ടികൾ ആശയം വിനിമയം ചെയ്യുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യേണ്ടത്, അവനെ കൊണ്ടത് പറയിപ്പിക്കാൻ എന്താണ് അവന് വേണ്ടത് എന്ന് അവനെ പറയിക്കാൻ നമുക്ക് മനസ്സിലായി കാര്യം. ശരിയാണ്, അവന് വേണ്ടത് ആ സാധനമാണ് നമുക്ക് മനസ്സിലായി. ഉടനെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? സ്വാഭാവികമായിട്ട് നമ്മളത് എടുത്ത് അങ്ങോട്ട് കൊടുക്കരുത്. കൊടുക്കാം. പല ആവർത്തി അവനെ കൊണ്ട് ആ സാധനം എന്താണ് എന്ന് പറയിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതായത് നിനക്ക് താക്കോലാണോ നിനക്ക് വേണ്ടേ? താക്കോൽ. അവൻ താക്കോൽ എന്ന് തിരിച്ചു പറയാൻ പരമാവധി ശ്രമിക്കുന്നത് വരെ നമ്മളത് ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾ സാധാരണഗതിയിൽ അമ്മമാര് പറയാറുണ്ട്, കുട്ടികൾ സംസാരിക്കുന്നില്ല, കുട്ടികൾ സംസാരിക്കുന്നതിന് പുറകോട്ടാണ് എന്നുള്ള പരാതികൾ ഒരുപാട് വരാറുണ്ട്. കുട്ടികൾ പറയുന്നില്ല, ബാക്കിയുള്ള കുട്ടി, അപ്പുറത്തെ കുട്ടി അവനേക്കാൾ ഇളയതാണ്, പക്ഷെ അവള് സംസാരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ്. നമ്മൾ എടുത്തു കൊടുക്കരുത്, ആംഗ്യ ഭാഷ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് സാരം. കുട്ടികളിലെ ആംഗ്യ ഭാഷ പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. ഇത് ആദിമ ഭാഷയിൽപ്പെട്ടതാണ്. ചിത്രഭാഷ, ആംഗ്യഭാഷ, ശബ്ദഭാഷ. നമുക്കിപ്പോ വേണ്ടത് ശബ്ദഭാഷയാണ്. ഈ ശബ്ദഭാഷയുടെ ഒപ്പം നമ്മുടെ ആംഗ്യഭാഷയും കൂടി കലർന്നാണിരിക്കുക. ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആംഗ്യവും കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആംഗ്യങ്ങൾ, നല്ലൊരു ശതമാനവും ആംഗ്യം കൊണ്ടാണ് ആളുകൾ കൺവേ ചെയ്യപ്പെടുക. മെസ്സേജ് കൺവേ ചെയ്യപ്പെടുന്നത് ആംഗ്യത്തിലൂടെയാണ്. ഭാഷയോടൊപ്പം ആംഗ്യമാകാം. ആംഗ്യം മാത്രം ഭാഷയില്ലാണ്ടിരിക്കുന്നത് കുട്ടിക്കാലത്തെ കുട്ടിയാണെന്നുള്ളത് കൊണ്ട് വരുന്നതാണ്. അത് പ്രോത്സാഹിപ്പിക്കരുത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ അവര് ചൂണ്ടിക്കാണിക്കും. എന്തിനാണ്? അങ്ങോട്ട് പോകണം എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ചൂണ്ടിക്കാണിക്കലിൽ അവൻ അങ്ങോട്ട് കൊണ്ടുപോകരുത്. അങ്ങോട്ട് പോകണം എന്നുള്ള പറച്ചിൽ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ച ശേഷം അങ്ങോട്ട് കൊണ്ടുപോകുക. അങ്ങനെ ചെയ്യാവൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. കുട്ടികളോട് കൊഞ്ചി വർത്താനം പറയുക. വർത്താനം പറയുക. ഇഷ്ടംപോലെ കൊഞ്ചൽ അവർക്ക് വേണം. കൊഞ്ചലോടുകൂടി അവരോട് വർത്താനം പറയുക. അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്നൊന്നും ശ്രദ്ധിക്കണ്ട. അവർ റിയാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. പക്ഷെ അവരോട് കൊഞ്ചി ധാരാളം പറയുന്നത്, വർത്തമാനം പറയുന്നത് എളുപ്പത്തിലാണ്. കുട്ടികൾ വർത്തമാനം പറയുന്നത് ഇതാണ് മറ്റൊന്ന് അമ്മമാരുടെ ആശങ്കയാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, പടങ്ങൾ കാണിച്ച് കുട്ടികൾക്ക് ആ പടം പറഞ്ഞു പടങ്ങൾ. കാരണം കണ്ണിലൂടെ ബ്രെയിനിലെത്തുന്ന മെസ്സേജിനെ അതിനെ ശബ്ദഭാഷയിലാക്കി തീർക്കാൻ പടങ്ങൾ പലതരത്തിൽ. ഇപ്പൊ ഒരു മരത്തിന്റെ പടം കാണിച്ചിട്ട് മരം, അത് തിരിച്ചു പറയാൻ പ്രാപ്തിയാകുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യാം. കാരണം അവൻ കണ്ണുകൊണ്ട് എല്ലാം ഡോക്യുമെന്റ് ചെയ്യുകയാണ്. അവന്റെ ബ്രെയിനിൽ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷനാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഒരു ക്യാമറ പകർത്തുന്നത് പോലെ തന്നെ അവന്റെ ബ്രെയിനിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ആ സമയത്ത്.
എത്ര ചെന്നാലും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ബ്രെയിൻ ആണ്. ആ കൂട്ടത്തിൽ നമ്മൾ പടങ്ങൾ ധാരാളം പലതരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള പടങ്ങൾ കാണിക്കുകയും, വെറുതെ കാണിക്കുക എന്നതാണെന്ന് പറയുക, വെറുതെ കാണിക്കുക എന്താണെന്ന് പറയുക, പലതരത്തിലുള്ള പടങ്ങൾ കാണിച്ച് അത് എന്താണെന്ന് നമ്മൾ പറയുക. കുട്ടി തിരിച്ച് പറയണമെന്നില്ല, പറയാനായിട്ട് ഒരുപാട് നിർബന്ധിക്കുകയും ചെയ്യണ്ട, അത് ചെയ്യുക. ചില കുട്ടികളുടെ നാക്കിനടിയിൽ ഒരു സ്ലിംഗ് ഉണ്ടാകും, ഒരു ഉണ്ടാകും. ഇതുണ്ടോ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കണം. മിക്കവാറും ഡോക്ടർമാർ അത് മനസ്സിലാക്കും. അത് കഴിയുന്നത്ര നേരത്തെ തന്നെ അത് സ്ലിംഗ് പൊട്ടിച്ചു കൊടുക്കാനായിട്ട് ഉള്ള ശ്രമമാണ്. സാധാരണഗതിയിൽ ആ സ്ലിംഗ് വകവയ്ക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, വകവയ്ക്കാതെ മുന്നോട്ട് പോയി പിന്നെ ഒരു കൊഞ്ഞ പോലെ വന്നു കഴിയുമ്പോഴാണ് ഇത് പൊട്ടിക്കാൻ മതിയില്ല. അതുണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ ആ നാക്കിനടിയിലെ ഒരു പിടുത്തം, ഒരു നൂല് പോലെയുള്ള ഒരു പിടുത്തം ഉണ്ടാവും. അത് ഉണ്ടാവില്ല എന്നുള്ളത് ശ്രദ്ധിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് അത് ഉണ്ടോ ഇല്ല എന്ന് ശ്രദ്ധിക്കുകയും അത് കഴിയും. കേൾവി, കേൾക്കാത്ത കുട്ടി ശബ്ദിക്കില്ല. കേൾവി ഒരു അന്നമാണ് എന്ന് നമ്മൾ പഠിക്കും. കേൾവി ഒരു അന്നമാണ്. ആ അന്നം അകത്തോട്ട്, കേൾവി കേട്ടാലേ കുട്ടിക്ക് പുറത്തോട്ട് വർത്താനം പറയാൻ പറ്റൂ. അപ്പോ കുട്ടിക്ക് കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേൾക്കുന്നുണ്ടോ, കുട്ടി കേൾക്കുന്നുണ്ടോ. ഇനി കുറെ കൂടി വലുതായി കഴിഞ്ഞിട്ട് ആണ് ഇത് മനസ്സിലാക്കുന്നതിനേക്കാളും കൊച്ചിലെ തന്നെ മനസ്സിലാക്കി അതിന് നടപടി എടുക്കേണ്ടതായിട്ട് വരും. അതായത് നൊടിക്കുക എന്ന് പറയും. ഞങ്ങള് സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഡോക്ടർമാർ ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക്. ഞൊടിക്കുക, ഞൊടിക്കുക, ഇടതുവശത്ത് ഞൊടിക്കുക. കുട്ടി ഇടതോട്ട് ഇടതിലേക്ക്, ഇടത്തേക്ക് വലത് ഭാഗത്ത് എടുത്ത് വലത് ഭാഗം നൊടിക്കുക. സർ, സർ, സർ ലീവായോ? നെറ്റ് ഇല്ല. സർ ലീവായെന്ന് തോന്നുന്നു. സർ കേൾക്കുന്നില്ല. കേൾക്കാമോ? ഓക്കെ. ഇതുപോലത്തെ ഒരു സാധനം മൊബൈല് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇടക്ക് കയറി വരും. എന്നിട്ട് നമുക്ക് ശല്യം ചെയ്യാനായിട്ട് വരുന്ന സാധനമാണ്. കേൾവി പരിശോധിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കേൾവി അത് നൊടിച്ച് ഇടത് ഭാഗത്തും വലതു ഭാഗത്തും നൊടിച്ച് കുട്ടികളുടെ കണ്ണ് ശബ്ദിക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ, ആ കണ്ണങ്ങോട്ട് ചലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കുറച്ചുകൂടി കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ ചോക്കും ബോർഡും ഉണ്ടായിരിക്കണം. ചോക്കും ബോർഡ് ഉറപ്പായിട്ട് വേണം. നമ്മൾ ചോക്ക് ഉപയോഗിക്കുന്നില്ല, ഇനി മൊബൈലാണ്, പേനയാണ്, കടലാസാണെന്നൊന്നും വിചാരിച്ച കാര്യമില്ല. ഒരു ബോർഡ് ഉണ്ടായിരിക്കുക, ഒരു സ്റ്റേജ് പോലത്തെ ഒരു സംവിധാനം ഉണ്ടാകുക. അതായത് ഒരു സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ടീച്ചർ സ്റ്റേജിൽ കയറി ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ബോർഡിൽ എഴുതി പഠിക്കാനുള്ള പഠിപ്പ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, സ്റ്റേജിൽ കയറാനുള്ള പേടി കുട്ടികളിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇത്തിരി മുതിർന്ന കുട്ടികളാകുമ്പോഴത്തേക്ക് കുഞ്ഞിലെ ചാടിക്കയറാൻ അവർക്ക് ഒരു പേടി ഉണ്ടാവില്ല. പക്ഷെ ഇച്ചിരി മുതിർന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് അതിൽ കയറാൻ പേടിയുണ്ടാകും. ആ ബോർഡിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ള ഭയമുണ്ടാകും. ഇത് വരാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പുസ്തകം മേടിക്കുന്നത് പോലെ തന്നെ കാശ് മുടക്കി
ഒരു ബോർഡും ഒരു ചോക്കും, അതുപോലെ തന്നെ ഇപ്പൊ ചോക്ക് വെളുത്ത ബോർഡുണ്ട്, വെളുത്തതും പച്ചയുമായിട്ടുള്ള ബോർഡ് വാങ്ങാൻ കിട്ടും. അവ തിരിച്ചും മറിച്ചും വെച്ചാൽ അതിൽ ചോക്ക് കൊണ്ട് എഴുതുന്ന ബോർഡുണ്ട്, പിന്നെ പേന കൊണ്ട് സ്കെച്ച് പെൻ കൊണ്ട് എഴുതുന്ന പേന ഉണ്ട്. ഇത് രണ്ടും അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുകയും അതിൽ അവർ എഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അവരെഴുതും അതിൽ നേരെ എഴുതാനായിട്ട് നോക്കുക. സ്റ്റേജിൽ കയറാനുള്ള ഭയം മാറ്റിയെടുക്കാനും അത് ഉപകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് മെയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഭയം മാറണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു മെയ്ക്ക് ഉണ്ടായാൽ മതി. മെയ്ക്ക് ഉണ്ടാവണം, വലിയ പ്രശ്നമുള്ള കാര്യമല്ലത്. അത് ആ മെയ്ക്ക് സെറ്റ് ഉപയോഗിക്കാനായിട്ട് വീട്ടിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടാകുകയും വീട്ടിലെ ഫംഗ്ഷനുകളിൽ കുട്ടികളെ കൊണ്ട് ഈ മെയ്ക്കിലൂടെ സംസാരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ഇതൊരു ചെലവുള്ള കാര്യമാണെന്ന് കരുതി മാറ്റിവെക്കരുത്. കാരണം വളരെയധികം കോൺഫിഡൻസ് ലെവല് അതിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഞാനൊക്കെ സ്റ്റേജിൽ കയറാനായിട്ട് വളരെയധികം ഭയം ഉണ്ടായിരുന്നതാണ്. ആദ്യത്തെ എൻ്റെ സ്റ്റേജ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ആകെപ്പാട് സംസാരിച്ചു 1 മിനിറ്റ് തികച്ച് സംസാരിച്ചില്ല. പതുക്കെ സ്റ്റേജിൽ കയറാനുള്ള പേടി മാറി വരികയും അതിന് ബോധപൂർവം ഞാൻ കയറുകയും വർത്താനം പറയുകയും ചെയ്താണ് ഞാൻ ഇന്ന് എത്ര സമയം വേണമെങ്കിലും സ്റ്റേജിൽ കയറി എത്ര പേര് നിന്നാലും ഏത് ചോദ്യങ്ങൾ വന്നാലും നേരിടാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വന്നത് ഞാൻ മുതിർന്നതിന് ശേഷമാണ്. എന്നെ കൊച്ചിലെ എനിക്കത് കിട്ടിയിരുന്നില്ല, കിട്ടണമായിരുന്നു. അത് കിട്ടേണ്ടതാണ്. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ കൊച്ചിലെ തന്നെ സ്റ്റേജിൽ കയറാനും മൈക്കിലൂടെ വർത്തമാനം പറയാനും വർത്തമാനം പറയാനും നമ്മൾ പ്രാപ്തരാക്കേണ്ടതുണ്ട്. കാരണം മുൻപിൽ ആളില്ലെങ്കിൽ വർത്തമാനം പറയാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മുമ്പിൽ ഒരാളെ ഇരുത്തിക്കൊണ്ടേ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ റെക്കോർഡ് ചെയ്തത് ഒരാളെ തച്ചിനിരിക്കുന്ന പോലെ ഇരുത്തിയിട്ടാണ്. പിന്നീട് അത് മാറി വരികയാണ്. അപ്പൊ അത് കൂടുതൽ മൈക്ക് ഉപയോഗിച്ച് അവരുടെ അതിനൊരു തഴക്കം വരണം, അതിൻ്റെ ഒരു പേടി മാറണം. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമുക്ക് എല്ലാ വീടുകളിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ബോർഡിൻ്റെത്, പിന്നെ സ്റ്റേജിൽ മൈക്ക് സംവിധാനം. ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളില് പറഞ്ഞാൽ തിരിഞ്ഞില്ലെങ്കിൽ എല്ലാവരും വഴക്ക് പറഞ്ഞിരുന്നത് നാക്ക് വടിക്കാത്തത് കൊണ്ടാണെന്ന്. നാക്ക് വടിക്കുക, പല്ല് തേച്ച് നാക്ക് വടിക്കുക എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. അതിന് വലിയ പ്രസക്തി ഉണ്ടോ ഇല്ല എന്നുള്ളത് കാര്യം എനിക്ക് സംശയമാണ്. ഇപ്പൊ സംശയമാണ്. അതൊരു കൃത്രിമമായ വഴിയാണ് ഈ നാക്ക് വടിക്കൽ. പക്ഷെ വളരെ കോമൺ ആയിട്ട് നാട്ടിൽ നടപ്പാക്കിയിരുന്ന ഒരു സാധനമാണ്. നാക്ക് വടിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ബഡിന്റെ ആഘാതം, അത് ആ ടേസ്റ്റ് അറിയാനുള്ള കഴിവിനെ നശിപ്പിക്കാനേ ഉതവും. ടേസ്റ്റ് അറിയാനുള്ള കഴിവിനെ ഉപയോഗിക്കാനുള്ളൂ. നാക്ക് വഴങ്ങാതെ വരുന്നു. ഈ നാക്ക് വടിക്കേണ്ടി വരുന്നതിന്റെ കാരണം വയറ്റിലെ അസുഖം കാരണമാണ്. വയറ്റിൽ പ്രോപ്പറായിട്ട് ദഹിക്കുമെങ്കിൽ നാക്ക് ഒരു വെള്ളപ്പാട് പോലും ഇല്ലാതെ, പൂപ്പലില്ലാതെ ഉണ്ടാകും, നല്ല രീതിയിൽ കിടക്കും. സാധാരണഗതിയിൽ ഈ നാക്ക് വടിക്കുന്നത് ഈ പൂപ്പൽ ഉണ്ടാകുന്ന കുട്ടികൾ, നാക്കിൽ പൂപ്പൽ. അപ്പൊ കുട്ടികളുടെ നാക്കിൽ പൂപ്പൽ ഉണ്ടാകാതിരിക്കാൻ അവരുടെ ദഹന പ്രക്രിയ കറക്റ്റ് ആണോ ഇല്ലെന്ന് ശ്രദ്ധിക്കുകയും നന്നായിട്ട് ദഹിക്കുന്നുണ്ടെങ്കിൽ ദഹിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. നാക്കിൽ എനിക്ക് അതിന് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഇതില് അതിനത്ര വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നണില്ല. അതുകൊണ്ട് നാക്ക് വടിച്ചില്ലെങ്കിൽ വാക്കുകൾ വഴങ്ങില്ല എന്നുള്ളതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, തേനും വയമ്പും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് വയമ്പ് എന്ന് പറയുന്ന സാധനം ചാണക്കല്ലിൽ തേൻ തൊട്ട് ഉരച്ച് കുട്ടികളുടെ നാക്കിൽ കൊടുക്കുന്നത് നാക്കിന്റെ വഴക്കത്തിന് വളരെ നല്ലതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ വയമ്പിനകത്ത് സ്വർണത്തിന്റെ ഒരു കമ്പി കയറ്റിയിട്ട് ഉരച്ചു കൊടുക്കുന്ന പതിവുണ്ട്. ഒരു കാരണവശാലും സ്വർണം അരച്ച് വയമ്പിനോടൊപ്പമോ അല്ലാതെയോ കുട്ടിക്ക് കൊടുക്കരുത്, സ്വർണം കൊടുക്കരുത്. ഒരു മെറ്റലും ദഹിപ്പിക്കാനുള്ള ഒരു സംവിധാനവും നമുക്കില്ല. ആ കുട്ടികൾക്ക് ദോഷമേ ചെയ്യൂ. ബുദ്ധിവികാസത്തിന് സ്വർണം നല്ലത് തന്നെയാണ്. പക്ഷേ ആ സ്വർണം വരേണ്ടത് മെറ്റലായിട്ടല്ല,
സസ്യജാലങ്ങൾ അബ്സോർവ് ചെയ്യണം. മണ്ണിലുള്ള സ്വർണ്ണാംശത്തെ സസ്യജാലങ്ങൾ അബ്സോർവ് ചെയ്ത് സസ്യജാലങ്ങളുടെ പാർട്ടില് പഴങ്ങളിലാക്കണം, അതിന്റെ ഇലയിലാക്കണം, തണ്ടിലാക്കണം. അങ്ങനെയുള്ളത് വരെ നമുക്ക് ദഹിക്കൂ. വയമ്പ് കൊടുക്കാം. തേൻ തൊട്ട് ചാണക്കല്ലിൽ ഒരച്ച് വയമ്പ് നാട്ടിൽ തേച്ചു കൊടുക്കുന്നത് നല്ലതാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. പല കുട്ടികളുടെ കാര്യത്തിലും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കൊടുത്ത് ശീലിച്ച കുട്ടികളുടെ പ്രത്യേകത കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. വയമ്പ് കൊടുക്കാം, വയമ്പ് തേൻ തൊട്ടരച്ചു കൊടുക്കാം. പക്ഷേ സ്വർണ്ണ നൂല് വെച്ച വയമ്പ് തേച്ചു കൊടുക്കരുത്, സ്വർണം വെച്ച് കൊടുക്കരുത്. മറ്റൊന്ന്, വർത്തമാനം പറയാൻ താമസിക്കുന്ന ഒരു കുട്ടിയെ വർത്തമാനം പറയാൻ താമസിക്കുന്നതിൽ ഒട്ടും ആശങ്കപ്പെടരുത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ സംസാരിച്ചോളും. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുട്ടികൾ സംസാരിച്ചോളും. താമസിച്ചു എന്നത് കൊണ്ട് ഒരു ആശങ്ക അമ്മയിൽ ഉണ്ടാകുകയും ഈ കാര്യം, അതായത് കുട്ടി സംസാരിക്കുന്നില്ല, അപ്പുറത്തവൻ നേരത്തെ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മറ്റാരോടും പറയരുത്. പറഞ്ഞാൽ അത് വിക്കിന് കാരണമാകും. വിക്ക് കുട്ടികൾ സംസാരിക്കാനായിട്ട് കാരണമാകാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. ഒരു കാരണവശാലും കുട്ടികൾ കേൾക്കുകയും കുട്ടി താമസിച്ചു പറയുന്നു, താമസിച്ചാണ് ഇവൻ വർത്താനം പറയണത് എന്ന് അമ്മമാർ സ്വാഭാവികമായിട്ടും കുട്ടികൾ പറഞ്ഞു പോകും. പക്ഷെ ബി കെയർഫുൾ, വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരിക്കലും കുട്ടിയുടെ കാര്യത്തില് ആ കുട്ടി താമസിച്ചാണ് വർത്താനം പറയുന്നത് എന്ന് കുട്ടികൾക്ക് ഒരു കാരണവശാലും ഒരിടത്തും പറയാൻ ശ്രമിക്കരുത്. ഇനി കുട്ടി കേൾക്കാതെ പോലും പറയേണ്ട കാര്യമില്ല, ആശങ്കപ്പെടണ്ട. കുട്ടിക്ക് ശബ്ദം അകത്ത് കയറുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കാനുള്ള വഴിയുണ്ടെങ്കിൽ കുട്ടികൾ സംസാരിച്ചിരിക്കും. ശബ്ദഭാഷ അവരുടെ ഉള്ളിൽ വരും. ശബ്ദം അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വരും. പറയുന്നത് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയവും അവരിലുണ്ടാകും. ഇതും വിക്കിന് കാരണമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് തെറ്റ് വേണേലും പറയാനായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുക. തെറ്റ് പറയുമ്പോൾ ചിരിക്കരുത്, മറ്റുള്ളവർ ചിരിക്കരുത്. അവനെ തിരുത്താനായിട്ട് ശ്രമിക്കാം, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ അവനെ കളിയാക്കി ചിരിക്കുന്നത് പോലെ വരാതെ അവനെ തിരുത്തി കൊടുക്കുക. മൊബൈലിൽ അധികം വീഴ്ത്താതെ നോക്കുക, ഇത് വീണു പോകാതെ നോക്കുക. മൊബൈൽ ഒരു സർവ്വസാധാരണമായ ഒരു ഉപകരണമാണ് നമ്മുടെ എല്ലാ കുട്ടികളുടെ കയ്യിലും. പക്ഷെ ആദ്യമേ തന്നെ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാല്, അമ്മയ്ക്ക് ജോലി ചെയ്യണം. ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടി ഒന്ന് കരഞ്ഞാൽ ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഫോൺ കൊടുക്കരുത്, മൊബൈൽ കൊടുക്കരുത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് മൊബൈൽ കുട്ടിക്ക് കൊടുക്കരുത്. കുട്ടിക്ക് മൊബൈൽ കൊടുത്ത് ശീലിപ്പിച്ചാൽ ആ കുട്ടി, ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇവിടെ വന്നിരുന്നു ഒരു കുട്ടിയെ കൊണ്ടൊരു അമ്മ വന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവര് ദുബായിലാണ്, സൗദിയിലെങ്ങാണ്ടായിരുന്നു. ആ കുട്ടിക്ക് മൊബൈൽ കൊടുക്കും, എപ്പോഴും കൊടുക്കും. കാരണം അമ്മയ്ക്ക് സുഖമായിട്ട് ജോലി ചെയ്യാം, അടുക്കളയിൽ ജോലി ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാം. കുട്ടി ഇതും തോണ്ടിയിരുന്നു. അവന് മൊബൈലാണ്. ഇപ്പൊ 14 വയസ്സായ കുട്ടിക്ക് മൊബൈലാണ് അവന്റെ കൂട്ടുകാരൻ, അവന്റെ അമ്മ, അവന്റെ ചേട്ടൻ, അനിയൻ, എല്ലാം, പെങ്ങള്, എല്ലാം മൊബൈലാണ്. ഇതിൽ നിന്നും കുട്ടിയെ തിരിച്ചെടുക്കാൻ കഴിയുന്നത്ര മൊബൈല് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിന് മൊബൈൽ കൊടുക്കാം. മൊബൈൽ അല്ല കുഴപ്പമെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കിയത്. മൊബൈൽ അല്ല കുഴപ്പം. മൊബൈലിന്റെ ഉപയോഗം വേണ്ട രീതിയിലാക്കുക. മൊബൈലിലൂടെ കുട്ടികൾക്ക് വേണ്ടത്ര വേണ്ട സമയത്ത് കൊടുക്കാനുള്ള സംവിധാനം നമുക്കില്ല. കാരണം ഈ കുട്ടി കാർട്ടൂൺ ചുമ്മാതിരുന്ന് കാണും. ആ ചലനമാണ് അവരെ അതിനെ ആകർഷിക്കുന്നത്. ചലനം, പടപടാന്നുള്ളൊരു ചലനം അവരെ ആകർഷിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ കുട്ടിക്ക് ഗുണകരമാകുന്ന സാധനം എന്തുകൊണ്ട് മൊബൈലിലൂടെ നമുക്ക് കൊടുത്തുകൂടാ? നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല, നമ്മൾ അതിനു വേണ്ടിയിട്ട് വേണ്ട നടപടികൾ എടുക്കുന്നില്ല. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കുട്ടികളെ കാണിച്ചു നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ കാണിക്കാൻ മൊബൈലിനേക്കാളും പ്രധാനം, മൊബൈലിന്റെ ദോഷത്തെക്കാളും പ്രധാനം
മൊബൈലിലൂടെ കൊടുക്കുന്നത് എന്ത് എന്നുള്ളത് അതിപ്രധാനമാണ്. അപ്പൊ കൊടുക്കാനുള്ള ഒരു സംവിധാനത്തെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ, അതായത് അവരുടെ സ്നേഹത്തിന്റെ ഉറവ പൊട്ടിക്കാനുള്ള കരുണയുടെ കഥകൾ കുട്ടികൾക്ക് കൊടുക്കാൻ, അത് ഒരു ഒരു കുട്ടിക്ക് ആകർഷകമാകുന്ന തരത്തിൽ, അതായത് ഒരു കാർട്ടൂൺ എങ്ങനെയാണോ കുട്ടിക്ക് ആകർഷണമാകുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ കരുണയുടെ കഥകൾ കാണിച്ചാൽ അവരിൽ അത് പിടിക്കില്ലേ. ആ ചലനവും ആ ചുറുചുറുക്കും, അതായത് പെട്ടെന്ന് മാറി വരുന്ന സീനുകൾ, കാഴ്ചയിൽ വരുന്ന സീനുകൾ അവരെ ആകർഷിക്കുന്നുണ്ട്. അത്തരത്തിൽ നല്ല കഥകൾ മെനയാൻ നമുക്ക് കഴിയണം. കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് മാറേണ്ടത് നമ്മളാണ്. നമ്മൾ അത് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് കുട്ടികൾക്ക് മൊബൈലിലൂടെ കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ നന്ന്. കുട്ടി അനുകരണമാണ് എല്ലാ കാര്യത്തിലും. എല്ലാ പ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കണം, കുട്ടി അനുകരണമാണ്. കുട്ടി എന്തും അനുകരിക്കലാണ്. അപ്പൊ നമുക്ക് ഒരു കുയിലിന്റെ പാട്ട് കേട്ടാൽ ആ പാട്ടിനൊപ്പം മറുപാട്ട് പാടാൻ അല്ലെങ്കിൽ ഒന്ന് കൂവാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. കുയില് കൂവിയിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂവാൻ, ഉറക്കെ കൂവുന്നത് തന്നെ നല്ലൊരു എക്സർസൈസ് ആണ്. കുട്ടികളുടെ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് കഴിവ് കൂട്ടുകയാണ് കൂവാൻ കുട്ടികൾക്ക് പറ്റില്ല. സാധാരണ പേടിപ്പിച്ച് വളർത്തുന്ന കുട്ടികൾക്ക് കൂവാൻ പറ്റില്ല. കൂവാൻ പറഞ്ഞാൽ പോലും കൂവാനുള്ള അവസരം ഉണ്ടെങ്കിലും അവർ കൂവില്ല. കൂവുക തന്നെ വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടി കൂവണം. കുയിലിന്റെ പാട്ട് കേട്ട് അനുകരിച്ച് കുട്ടി കൂവണം. മറ്റുള്ള കിളികളുടെ പാട്ട് കേട്ട് അതിനെ അനുകരിക്കാൻ അവരെ പ്രാപ്തരാക്കണം, പ്രേരിപ്പിച്ച്, അതായത് മറുപാട്ട് പാടാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക, കൂവുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതോ ഒരു ക്യാമ്പില്, കുട്ടികളുടെ ക്യാമ്പ്, ഇളമ്പച്ച എന്ന് പറയുന്ന ഒരു ക്യാമ്പില് കുട്ടികൾക്ക് കൂവലുണ്ടായിരുന്നു. വെറുതെ കൂവാൻ പറയുന്നു. ആലമുറ നിർത്തില്ല കുട്ടികൾ. കൂവി അതില് കുറച്ചു നേരം കഴിയുമ്പോൾ കൂവാതിരിക്കുന്ന കുട്ടിയും കൂടി കൂട്ടത്തിൽ കൂവുന്നതാണ് ഞങ്ങൾ കണ്ടത്. കൂവാതെ അടങ്ങി ഒതുങ്ങി, നമ്മൾ നല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി പച്ചക്കറി പോലെ ഇരിക്കുന്ന കുട്ടികളെയാണ് നല്ല കുട്ടികൾ എന്ന് പറയുക. ഈ എല്ലാ കുട്ടികളും കൂവി തുടങ്ങുമ്പോൾ അനുകരണം കുട്ടികളുടെ സ്വഭാവമാണ്. ആ കൂവൽ അവർക്ക് മടിയില്ലാതെ കാര്യങ്ങൾ പറയാൻ അവരെ പ്രാപ്തരാക്കും. ചിലരുടെ സംസാരം നമുക്കിപ്പോ മുതിർന്നു കഴിഞ്ഞ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ തിരിയില്ല. അത്രയ്ക്ക് സ്പീഡാണ് അവർ. സ്പീഡിൽ വർത്താനം പറയും, ഭയങ്കര സ്പീഡിൽ വർത്താനം പറയും. അപ്പൊ ഇത് തുടക്കത്തിൽ തന്നെ നിയന്ത്രിച്ച് നിർത്തേണ്ട ഒരു സാധനമാണ്. അതായത് പറയുന്നത് നമുക്ക് മനസ്സിലാകും, വളരെ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. അവർ ചടുപട്ടാന്ന് പറയും. അവർ ഇപ്പൊ മൊബൈലിന്റെ സ്പീഡിലാണ് അവർ വർത്താനം പറയുക. ആ സ്പീഡിൽ വർത്താനം പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പതുക്കെ പ്രേരിപ്പിച്ചിട്ട് വീണ്ടും പറയിക്കണം. പറഞ്ഞ കാര്യം വീണ്ടും പറയിക്കണം. ഞാൻ എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടികളോട് ഇത് ആദ്യം അങ്ങനെയായിരുന്നു. കുട്ടികൾ അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും, പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. സ്പീഡ് കൂടുതലാണ്. ആ സ്പീഡ് കൂടുതൽ പതുക്കെ പറഞ്ഞു രണ്ടാമത് പറയാൻ മതി. ഞാൻ രണ്ടാമത് പറഞ്ഞ് ഇപ്പോ സംസാരം നോർമൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നോർമലായിട്ടാണ് സംസാരിക്കുക. പറയുന്ന കാര്യത്തിൽ വ്യക്തത വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏത് കുട്ടി അങ്ങനെ സ്പീഡിൽ പറഞ്ഞാലും സ്പീഡ് കൂടുതലാണ് എന്ന് പതുക്കെ പറ, ഇച്ചിരി സ്ലോയിൽ പറ. ശബ്ദം കുറക്കാനല്ല, സ്ലോ ആകാൻ പറയുക. സ്പീഡ് കൂടിയാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവില്ല. അതായത് അവർക്ക് അവരുടെ ഉള്ളിലെ ഒരു ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും. ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ആളുകൾ എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടാതെ, ഓഡിയൻസിൽ നിന്ന് നമുക്ക് അറ്റൻഷൻ കിട്ടാതെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന കാര്യങ്ങൾ അവർക്ക് വ്യക്തത വരണ്ടേ. അപ്പൊ ആ സ്പീഡുള്ള കുട്ടികൾ, സ്പീഡിൽ സംസാരിക്കുന്ന കുട്ടികളെ ഒന്ന് നിയന്ത്രിച്ച് പല പ്രാവശ്യം അവരെ കൊണ്ട് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പല പ്രാവശ്യം ചെയ്താൽ ഉറപ്പായിട്ടും മാറും എന്നുള്ളത്
എൻ്റെ അനുഭവമാണ്. കാരണം എൻ്റെ അടുത്തുള്ള, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്തുള്ള കുട്ടികൾ അവരെങ്ങനെ ആയിരുന്നു അവളെ സംസാരിക്കുക, ഭയങ്കര സ്പീഡിലായിരുന്നു സംസാരിക്കുക. ഞാൻ എത്രയോ പ്രാവശ്യം രണ്ടാമത് ചെയ്യിക്കും, രണ്ടാമത് പറയാൻ പറയും, പറയിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പന് മനസ്സിലാവും. അല്ലെ നീ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവാൻ പോലും ഞാൻ പറയും എനിക്ക് മനസ്സിലാവണില്ല, നീ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, നീ അത് കുറച്ചുകൂടി സ്ലോയിൽ പറഞ്ഞേ, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവരത് സകല കുട്ടികളെയും പാട്ടും നൃത്തവും നൃത്തവും പഠിപ്പിച്ചിരിക്കണം. അവർക്ക് അതിന് വാസന ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ നോക്കണ്ട, ഒരു പേരൻസും നോക്കണ്ട. അവർക്ക് പാടാനുള്ള ആസനയുണ്ടോ, നൃത്തം ചെയ്യാനുള്ള വാസനയുണ്ടോ ഇല്ലെന്നൊന്നും ആരും നോക്കണ്ട. ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല കുട്ടികളും നമ്മളെല്ലാവരും പാടും. ആട്ടവും പാട്ടവും നമ്മുടെ ഉള്ളിലുള്ളതാണ്, ജന്മസിദ്ധമാണ്, എല്ലാവരിലും ഉള്ളതാണ്. പക്ഷേ അത് വളരെ ഇതായിട്ട് പുറത്തേക്ക് വരുന്നില്ല, നമുക്ക് കഴിയുന്നില്ല. ഇത് കഴിയാത്തതിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സ്നേഹത്തിന്റെ ഉറവ പൊട്ടാത്തത് കൊണ്ടാണ്. കുട്ടികളിൽ സ്നേഹത്തിന്റെ ഉറവ ഉത്ഭവിക്കണം, പൊട്ടി വിടർന്ന് വരണം, ഒലിച്ച് പുറത്തേക്ക് വരണം. ഇതിന് വേണ്ടതാണ് കരുണയുടെ കഥകൾ. നമ്മൾ പറയുക സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറയും നമ്മൾ, കരുണയാണ് ഈശ്വരൻ. ഇപ്പൊ സ്നേഹത്തിന്റെ ഉറവ അവരിൽ ഉണർത്താൻ ഉതകുന്നത് ചെയ്യുകയും ഒപ്പം കുട്ടികളുടെ ആട്ടവും പാട്ടും ആക്കുകയും ചെയ്യണം, പഠിപ്പിക്കണം. അവര് വലിയ പാട്ടുകാരനാകാനാണെന്നൊന്നും വിചാരിക്കണ്ട. പാട്ടുകാരനാകണമെങ്കിൽ എങ്ങനെ ആകാമെന്ന് പ്രഗ്നൻസി പീരീഡിൽ ഡിവൈൻ മദേഴ്സിന് പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ ശ്രമിക്കണം. അന്ന് മുതൽ ശ്രമിച്ച് നമുക്കത് പോകേണ്ടതുണ്ട്. അമ്മമാര് കാര്യമായി ശ്രമിച്ചേ പറ്റൂ. അമ്മയുടെ കയ്യിലാണ് കുട്ടികളുടെ ഭാവി അമ്മയുടെ കയ്യിലാണെങ്കിൽ ഈ ഭൂമിയുടെ ഭാവി അമ്മമാരുടെ കയ്യിലാണ്. ഈ ഭൂമിയുടെ ജീവിതം ഉണ്ടാവണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അമ്മയുടെ ചെറിയ കാര്യമല്ല. ഉറക്കെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇതൊരു ചെറിയ കാര്യമല്ല. അമ്മമാർ കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ മനുഷ്യകുലം എന്ന് പറയുന്ന മനുഷ്യ ജീവിയുടെ ഈ ഭൂമിയിലെ ജീവിതം അപകടതരത്തിലാണ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഒരുപാട് ജീവികൾ ഈ ഭൂമിയിൽ നിന്നും അന്യം നിന്ന് പോയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ എൻഡേഞ്ചേർഡ്, അതായത് അന്യം നിക്കലിലേക്ക് സ്പീഡിൽ അടുത്തുകൊണ്ടിരിക്കുന്ന ജീവി മനുഷ്യൻ തന്നെയാണ്. ഇതിനൊരു പരിഹാരം അമ്മമാർക്കല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിവൈൻ മദർ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ഇച്ചിരി പ്രയാസമാണ്, അറിയാനിട്ടല്ല, ഇച്ചിരി പ്രയാസമാണ്. കാരണം കുട്ടിയുടെ കരച്ചില്, കുട്ടിയുടെ കാര്യങ്ങള്, കുട്ടിയുടെ പാല് കൊടുപ്പ്, ഇതിന്റെ ഇടയിൽ ഇതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ചെയ്തേ പറ്റും. ഈ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഈ ജനം, ഈ സ്പീഷീസ്, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന സ്പീഷീസ് ഈ ഭൂമിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം പരിശ്രമിച്ചേ പറ്റൂ. അതിൽ അമ്മമാരുടെ പങ്ക് വളരെ വളരെ വലുതാണ്. മറ്റൊന്ന്, ആശയവിനിമയം ഒരു കലയാണ്. അതൊരു കലയാണെന്നറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കണം. അതൊരു കലയാണ്. പാട്ടും പഠിപ്പിക്കുന്ന പറഞ്ഞ പോലെ തന്നെ ആശയവിനിമയവും ഒരു കലയാണ്. അതൊരു കലയാണെന്നറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കേണ്ടത് ശബ്ദഭാഷയ്ക്കൊപ്പം ആംഗ്യഭാഷയും നല്ല രീതിയിൽ ചെയ്ത് ഇനി അതിനു വേണ്ടിയിട്ടുള്ള നല്ല വിദ്യാലയങ്ങൾ വേണം. ഞങ്ങൾ ഈയിടെ ഒരു കൂട്ടരെ എന്നെ സമീപിച്ചു. അവര് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു പുതിയ വിദ്യാലയം വേണമെന്നാണ് ആ ചെറുക്കൻ്റെ ആഗ്രഹം. വലിയ ഒരു മുതിർന്ന ചെറുക്കൻ, വലിയ ഹയർ എഡ്യൂക്കേഷൻ തീർന്നു, ഉടനെ തന്നെ വരും. അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് അവരൊരു വിദ്യാലയം തുടങ്ങാനാണ് ഉദ്ദേശം. അപ്പൊ സാറിന്റെ ഗൈഡ് ലൈൻസ് വേണം എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞത്, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനമല്ല വേണ്ടേ, അധ്യാപകരെ ഉണ്ടാക്കാനുള്ളത്. ഇവിടെ അധ്യാപകരാണ് ഇല്ലാത്തത്. യഥാർത്ഥ അധ്യാപകർ വളരെ വളരെ വളരെ
വളരെ കുറവ്. ഈ അധ്യാപകരെ സൃഷ്ടിക്കാൻ ഒരു വിദ്യാലയം ഉടനടി തുറക്കേണ്ടതുണ്ട്. ഉടനടി ആ വിദ്യാലയമാണ് നമുക്ക് വേണ്ടത്. താമസിയാതെ ചിലപ്പോ അത് നമ്മൾ നടപ്പിലാക്കിയേക്കും. അതേമാതിരി തന്നെയാണ് അമ്മമാർക്കുള്ള വിദ്യാലയം, അമ്മമാരുടെ വിദ്യാലയം. ഇന്ന് നമ്മള് യൂട്യൂബിലൂടെ പരമാവധി ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എന്ന് വരാം. പക്ഷേ അക്കാഡമിക് തലത്തിൽ തന്നെ അമ്മമാർക്കുള്ള ഒരു വിദ്യാലയം നമുക്ക് ആവശ്യമാണ്. ഒരു 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 വിദ്യാലയം, അമ്മമാർക്കൊരു വിദ്യാലയം. രണ്ട് കൂട്ടർക്ക് ഉടനടി വിദ്യാലയം വേണം. ഒന്ന്, അധ്യാപകരെ വാർത്തെടുക്കാൻ ഒരു വിദ്യാലയം, അമ്മമാരുടെ ഒരു വിദ്യാലയം. ഇതൊക്കെ പതുക്കെ പതുക്കെ നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയുന്നേയില്ല. നമ്മളിപ്പോ സാധാരണ മനുഷ്യര് പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ നിത്യജീവിത വരുമാനം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ നമ്മൾ ഓടി നടക്കുന്നു. നമ്മളുടെ ആരോഗ്യ പ്രശ്നം, ജീവിത പ്രശ്നം, വരുമാനം ഉണ്ടാക്കല്, വീട് വെക്കൽ, ഇതെല്ലാം നമ്മൾ പെട്ടുകിടക്കുകയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനിടയിൽ കൂടി മനുഷ്യന്റെ ഭാവി, മനുഷ്യ എന്ന ജീവിയുടെ ഭാവിയെ പറ്റി കൂടി പരിഗണിക്കേണ്ട ഒരു സമയമാണിത്. സമയം നമ്മള് വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന പ്രകടമായ മാറ്റം, ചൂട്, സൂര്യനിലുണ്ടാകുന്ന മാറ്റം, നമ്മൾക്കുണ്ടാക്കുന്ന ആഘാതം. ഇതിനെ അതിജീവിക്കാൻ അനുയോജ്യമായ അന്നം ഉൽപ്പാദിപ്പിക്കേണ്ട പ്രക്രിയ എല്ലാം നിത്യജീവിതത്തിലെ സമസ്ത മേഖലകളും പ്രശ്ന സങ്കീർണമാണ്. ഒരു മേഖലയല്ല. നിത്യജീവിതത്തിലെ സമസ്ത മേഖലകളും അതീവ സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു. എത്രയോ വീട്ടമ്മമാരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിളികളിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് കുഞ്ഞിലേ ഇവർക്ക് കിട്ടേണ്ടതായിരുന്നു. എന്താ ചെയ്യാൻ പറ്റിയ? കുഞ്ഞിലേ കിട്ടേണ്ട ഒരു കാര്യം ഇന്ന് പ്രകടമായി മനസ്സിലാകുമ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അവർക്കത് മാറ്റിയെടുക്കാൻ പറ്റുക? അനന്തര തലമുറയ്ക്ക്, ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്കെങ്കിലും വരാതിരിക്കാൻ ഉള്ള ശ്രദ്ധ നമ്മൾ സഹിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുണ്ടായിരുന്നത്. ഇതാണ് ഞാനിത് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു, എന്റെ മേഖലയല്ല ഇത്, എന്റെ സബ്ജക്റ്റേ അല്ല, എങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം. ഞാൻ മനസ്സിലാക്കിയ വിധത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും സംശയം? ആള് കുറവാണെന്ന് തോന്നുന്നു, ഇല്ലേ? ഇന്ന് ആള് കുറവാണ്. അതെനിക്ക് വന്നു കൂടുതൽ അങ്ങ് ഷെയർ ചെയ്ത് പോയിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്രാവശ്യം. ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഇട്ടിരുന്നു. എല്ലാവരും വെക്കേഷന്റെ ഒക്കെ തിരക്കായതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഏതായാലും സാറ് എല്ലാ ഭാഗങ്ങളും വ്യക്തമായിട്ട്, എനിക്ക് തോന്നുന്ന കുട്ടികളുടെ ടങ് ടൈ ഉൾപ്പെടെ അങ്ങനെ ടങ് ടൈ, അപ്പൊ അത് 1.5 വയസ്സായപ്പോ അതിന് ടങ് ടൈ സാർ പറഞ്ഞു. ടങ് ടൈ, ടങ് ടൈ, അത് തന്നെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് നാക്കിലൊക്കെ. ഞാൻ ചില കുട്ടികളിൽ ഞാൻ അവസാനം വലുതായി കഴിഞ്ഞ് ഞാൻ അമ്മയെ വിളിച്ച് ഞാൻ വിട്ടിൽ അത് കട്ട് ചെയ്യിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാതെ അമ്മമാര് കൊണ്ടു നടക്കുന്നു. ഇന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവരത് മനസ്സിലാക്കുകയും കട്ട് ചെയ്യുകയും ചെയ്യുമായിരിക്കും. അതെ, അത് പറയും. അത് നമ്മളോട് പറയും, കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ടങ് ടൈ കട്ട് ചെയ്യണോന്ന് പറയും. ചില അക്ഷരങ്ങൾ അവർക്ക് ഈ നാക്ക് മുകളിൽ പോയിട്ട് ടച്ച് ചെയ്യുന്ന അക്ഷരങ്ങളൊന്നും പറയില്ല. അത് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മളത് ചെയ്തിരുന്നു, സർജറി ചെയ്തായിരുന്നു. കുറച്ച് സമയത്തെ ഒരു കാര്യമേ ഉള്ളൂ. അതുപോലെ സാറ് പറഞ്ഞു തരുന്ന എല്ലാം, കേൾവി ചെക്ക് ചെയ്യുക, അതുപോലെ കുട്ടികളോട് സംസാരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കുക. അപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചിരുന്നു. അപ്പൊ അവര് പറയുന്നത് കുട്ടി സംസാരിക്കുന്നില്ല, താമസിച്ചാണ് സംസാരിക്കുന്നത്, 1-2 വാക്കുകളെ പറയുന്നുള്ളൂ. അപ്പൊ ചോദിച്ചു വന്നപ്പോ ആ കുട്ടിയും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. കുട്ടിക്ക് 1.5 വയസ്സാണ്. കുട്ടി അവര് സംസാരിക്കുന്നതും കേൾക്കുന്നില്ല, കുട്ടിയോട് അവരൊന്നും സംസാരിക്കാറുമില്ല. പിന്നെ എങ്ങനെയാണ് കുട്ടി പഠിക്കുന്നത്? സംസാരിക്കാൻ പഠിക്കുന്നില്ല. ഞാൻ അത് വിട്ടുപോയതാണ്. ഈ കൈമാറുക, കുട്ടികളെ കൈമാറുക. അതായത് ഒരു കല്യാണ സ്ഥലത്ത് ഒരു കുട്ടിയായിട്ട് ചെന്നാല്
ആ കുട്ടികളെ കാണുന്നവരെല്ലാം എടുത്ത് കൈമാറുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോ കുട്ടിയെ വേറൊരാളിന് കൊടുക്കുക പോലും ചെയ്യില്ല, എന്നാല് ഒരു പരിചയമില്ലാത്തവരാണെങ്കിലും വന്ന് കുട്ടിയെ എടുത്തിട്ട് അടുത്ത ആളിന് കൊടുക്കുക. ഈ കുട്ടികളുടെ കൈമാറ്റം വിശേഷ ദിവസങ്ങളിൽ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെ കൈമാറുന്ന വളരെ നല്ല ഒരു എക്സർസൈസ് ആണ് അത്. അതൊരു എക്സർസൈസ്. കാരണം അവിടെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകും. ഇപ്പൊ ഒരു അമ്മ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നതും കുട്ടിയെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ, കുട്ടികളെ ഈ ഗ്യാതറിങ്ങിലൊക്കെ കൊണ്ടുപോകാനും പലപ്പോഴും പേരൻസിന് പേടി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖം പിടിക്കുവോ. ആക്ച്വലി ഇതാണ് ഭയം, കുട്ടി അവരിൽ നിന്നും വല്ല രോഗവും കിട്ടുമോ. അതെ, സത്യത്തിൽ അത് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ കൂടുതൽ ആൾക്കാർ ഇമ്മ്യൂണിറ്റി കിട്ടും. അത് മാത്രല്ല ഇത്, അതായത് വൈവിധ്യം അടിസ്ഥാനമാണ്. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് അമ്മമാരുടെ കൈകളിലൂടെ കടന്നിറങ്ങുന്ന കുട്ടി പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ പഠിക്കും. ഞാൻ യാതൊരു സംശയം ആർക്കും വേണ്ട. ഇത് ആരുടെങ്കിലും കൊടുക്കാതെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. വളർന്നു വരുമ്പോ അമ്മയുടെ സാരി തുമ്പെന്ന് പിടിവിടാതെ നടക്കും. അവസാനം തൂത്തെറിയേണ്ടി വരും. അതുകൊണ്ട് വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. പിന്നെ എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ള 1-2 കാര്യങ്ങള്. ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് കുട്ടിക്ക് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിലൊരു സ്പീച്ച് കോമ്പറ്റീഷൻ ഒക്കെ പറയുമ്പോൾ ഒരു പിന്നോട്ട് വലിയൽ കാണും ആദ്യമൊക്കെ കുട്ടികൾക്ക്. ഒരു LKG ക്ലാസ്സിലൊക്കെ അവരോട് പറയുമ്പോൾ അവർക്ക് മുന്നോട്ട് ചെന്ന് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അവരുടെ സീറ്റിലിരുന്ന് അവരെന്ത് വേണമെങ്കിലും പറയും. അപ്പൊ ഇതാക്കിയപ്പോ ഞാൻ ചെയ്ത ഒരു കാര്യം, വീട്ടിൽ ആ സമയത്തൊക്കെ നമുക്ക് ഈ പവർ കട്ട് ഉണ്ടാകുന്ന സമയത്ത് അരമണിക്കൂർ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങള്. അപ്പൊ അരമണിക്കൂർ ഞങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കും. ഇപ്പൊ അമ്മയെ പറ്റി ഒരു 5 സെന്റൻസ് ഒന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറിനെ പറ്റി പറയൂ, അല്ലെങ്കിൽ ഒരു ടേബിളിനെ പറ്റി പറയൂ, ചെയറിനെ പറ്റി പറയാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണത്തെ പറ്റി പറയാം. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് കൊടുക്കും. അത് വളരെ സന്തോഷമാണ്. അതിനെപ്പറ്റി ആലോചിക്കും, മനസ്സിൽ അത് അടുക്കി വെക്കും, എന്നിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ കൂട്ടത്തിൽ ഇരുന്ന് പറയിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു പേപ്പറൊക്കെ ചുരുട്ടി മൈക്ക് പോലെ ആക്കി കുറച്ച് മുന്നിൽ സാറ് പറഞ്ഞതുപോലെ ഒരു സ്റ്റേജ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടൊന്ന് കയറി നിന്ന് പറയാൻ പറഞ്ഞു. അപ്പോ പേടിയായി തുടങ്ങി. പക്ഷെ ഗ്രാജുവലി അത് മറികടന്നു. പിന്നീട് നമ്മളൊരു ചെറിയ സ്പീച്ച് അവരുടെ തന്നെ സഹായത്തോടെ എഴുതിയിട്ട് അത് സ്കൂളിൽ പോയി പറയാൻ പറഞ്ഞു. അപ്പൊ ചെറിയൊരു സമ്മാനം കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതും സ്റ്റേജ് ഫിയർ ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുന്നതും ഒക്കെ നമ്മൾ നമ്മളുടെ ഇത് പറഞ്ഞില്ലേ, നമുക്ക് വെറുതെ പോകുന്ന ലാപ്സായി പോകുന്ന കുറെ സമയങ്ങളുണ്ട്. ആ സമയത്ത് ചെറുതായിട്ട് ശ്രദ്ധിച്ചാല് ഇതൊക്കെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മറ്റു കുട്ടികളെ പഠിപ്പിക്കാൻ പറയുക, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ പറയുക, നമ്മളെ പഠിപ്പിക്കാൻ പറയുക. സ്കൂളിൽ നിന്ന് വന്നിട്ട് കുട്ടിയുടെ പുറകിൽ നടന്ന കുട്ടിയെ വീണ്ടും പഠിപ്പിക്കാൻ ശ്രമിക്കാതെ അമ്മ ഇതൊക്കെ മറന്നുപോയി, അമ്മയെ ഒന്ന് പഠിപ്പിച്ചു തരൂ എന്ന് പറയുമ്പോൾ ശരിക്കും അവര് ഭയങ്കര ത്രില്ഡാണ്. അവര് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അവര് ബാക്കി കാര്യങ്ങളും ഒക്കെ പഠിച്ചെടുത്തു കൊണ്ടുവരും. ഞാൻ ചെയ്തിട്ടുള്ള ചില ടിപ്സ് ഒക്കെ ആർക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. എനിക്ക് തോന്നുന്നു വിഷ്ണു സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വിഷ്ണുവിനെ കാണാൻ പറ്റില്ല, ലൈറ്റ് ഇല്ല. അല്ല, ഞാന് 2 ദിവസമായിട്ട് യാത്രയിലാണ്. അപ്പൊ ഇന്നിപ്പോ കോഴിക്കോട്ട് എത്തിയുള്ളൂ. ഇവിടെ എത്തി കുളിക്കാൻ കയറിയ സമയത്താണ് ധന്യ ഒരു മിസ് കോൾ അടിച്ചു. അപ്പോഴാണ് ഞാൻ കയറി വന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡ്രോബാക്ക് ഉണ്ടായിട്ട്, കാരണം ഞാൻ